ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ നമ്മൾ കുറേ പേരെ സംശയിക്കുകയാണ്, കുറേ പേരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. അതൊരു ശരിയായ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിനെയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു. കാലം തെളിയിക്കും. എൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തേക്ക് വന്നത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സ്പോൺസേർഡ് അല്ല, ഇത് സംഭവത്തിൽ റിയാലിറ്റി ഒരുപാടുണ്ട് എന്നതിന്റെ തെളിവാണെന്നാണ് നമുക്ക്. അല്ല, അതൊക്കെ അന്വേഷിക്കണം. ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്രസഹിതം വരുന്നത്. അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരുപാട് അതിജീവിതകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ താങ്കളുമായി ഒരുപാട് പേര് സംസാരിച്ചു. അത്തരത്തിൽ കൂടുതൽ പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ടോ? എന്താണ് ഈ മറ്റ് അതിജീവിതകളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ആളുകളൊക്കെ തന്നെ എന്താണ് പറഞ്ഞത്? അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അവരത് ടേക്കപ്പ് ചെയ്യുമോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇന്ന് ഇത്രയും ഗുരുതരമായ താങ്കളുടെ ആരോപണം വന്നു, ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു, ഹണി ഭാസ്കരൻ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി. ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ്, നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം, അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പ്രസ്താവന. വളരെ കാഷ്വലായി എടുക്കുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെൻ്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി. ആ ദൗത്യമായി മുന്നോട്ട് പോയി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെയും എടുത്തു പറയാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ ഒരു അച്ഛൻ ഇങ്ങനെ കൈകാര്യം ചെയ്യണോ അതുപോലെ ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. അല്ല, അത് അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഞാനത് ഒരു രീതിയിലും അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഈ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, ഈ സർക്കാരിനെതിരെ പല വിഷയങ്ങളും പല വിവാദങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ആസൂത്രിതമായി വരുന്നതാണ് എന്നതാണ്. താങ്കളാണ് സ്വാഭാവികമായി ഇപ്പോൾ പരാതി ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയാവാൻ കാരണം. അല്ല, സർക്കാരിനെതിരെ ഏത് വിഷയങ്ങളും ടേക്കപ്പ് ആവുമല്ലോ. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളും ടേക്കപ്പ്. ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് അതില്ല അങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമില്ല. ഇനിയിപ്പോൾ സർക്കാരിനെതിരെയുള്ള ഒരു കേസ് വന്നാൽ അത് ടേക്കപ്പ് ചെയ്യുമല്ലോ. ഈ വിഷയം പ്രതിപക്ഷ നേതാവിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അത് വളരെ കോൺക്രീറ്റ് ആയി ചോദിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ നേരത്തെയോ? അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. പല ഫോറങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സംസാരിച്ചിട്ടുണ്ട്, പല ഫോറങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല.